കോടതി ഉത്തരവായിട്ടുണ്ട് 2500 രൂപ വീതം 2 കുട്ടികൾക്ക് മാസം കൊടുക്കാൻ. അത് നിങ്ങൾ കൊടുക്കാൻ ബാധ്യസ്ഥന, ഇല്ലെങ്കിൽ കോടതി അത് കൊടുപ്പിക്കും. അത് കൊടുക്കാൻ തയ്യാറാ, പക്ഷെ അത് 3000 തയ്യാറാന്ന് വാക്കുകൊണ്ട് പറഞ്ഞാൽ കൊടുക്കെങ്കിൽ അത് 3000 രൂപ വെച്ചാൽ ഞാൻ പറഞ്ഞത് കോടതിയിൽ. നിങ്ങൾ പറഞ്ഞല്ല, കോടതി പറഞ്ഞു. കോടതി പറഞ്ഞത് തന്നെയാ. എന്നെ കൊണ്ട് ഞാനൊരു കൂലിപ്പണിക്കാരനാ. 5000 ഇല്ല, അതിലുണ്ട്. ആ കോപ്പി കൊണ്ടുവന്നിട്ട് അത് കാണിക്ക്. അങ്ങനെയാ പറഞ്ഞേക്കണല്ല, അത് കാണിക്ക് കൊണ്ടുവന്നെങ്കിൽ പൈസ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ പൈസ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ അവർക്ക് കൊടുക്കാം. ഇപ്പൊ എത്ര കൊടുക്കണം അവർക്ക്? 5000 കൊടുക്കുക. 5000 കൊടുക്കാം. പക്ഷെ ഇതുകൊണ്ട് എനിക്ക് എന്താണ് ബെനിഫിറ്റ്? എനിക്ക് എന്റെ മക്കളെ പൈസ വേണ്ട, എനിക്ക് എന്റെ കുട്ടികളെ കാണണമെങ്കിൽ ജയിലിൽ പോയി കുട്ടികളെ കാണാനുള്ള ഇവര് ചെയ്യില്ല. പറയണത് ഞാൻ എത്ര പൈസ ഉണ്ടെങ്കിൽ എന്റെ മക്കൾക്ക് കൊടുക്കാം, പക്ഷെ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് എഗ്രിമെന്റ് അന്നും വെച്ച് ബാങ്ക്, ഞാൻ പറയട്ടെ മാഡം, ഇവള് 5000 പറഞ്ഞ പോലെ എഗ്രിമെന്റ് ഞാൻ വെച്ച് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഞാൻ നിനക്ക് അക്കൗണ്ട് എടുത്ത് ചെയ്യാം. കുഞ്ഞുങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. അവരില്ലേ 18 വർഷം ഇതേപോലെ തെണ്ടും. വേണ്ട വേണ്ട, കുട്ടികളുടെ ചെലവിനുള്ള കാശ് ഈ 5000 ഇവർക്ക് കൊടുക്കില്ല. ഞാൻ വേറെ എന്തെങ്കിലും വഴിയാണ് ചെയ്യും. ഇവരെ കൈ കൊടുത്ത് ഇവരത് എന്റെ മക്കൾക്ക് ഉദവില്ല. ഞാൻ എത്ര പറഞ്ഞാലും പറയാം, എന്റെ മക്കൾക്ക് ആ പൈസ ഉദവില്ല. അതുകൊണ്ടാണ് എനിക്ക് അറിയാന്നുള്ളതുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളെ ഈ വളരുന്നതും ഈ ആശുപത്രി ചെലവും ഒരു കൊച്ചുങ്ങൾ അവരെ ഇതൊരു മറവാണ്. വേറെ ഇവരല്ലാതെ പിന്നെ വേറെ ആരാ നോക്കുന്നത്? വേറെ ആരുമില്ല, അവർക്കും വേണ്ട. ഞാൻ കൊണ്ടുപോയി നോക്കിക്കോളാം, എനിക്കൊരു കുഴപ്പമില്ല. നോക്കുന്ന കാര്യം വിടൂ. ആ കുഞ്ഞുങ്ങളെ ജനിപ്പിച്ച അമ്മ ഇറങ്ങിപ്പോയിട്ടും ഒന്നും നിങ്ങൾക്ക് നോക്കാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ നമ്മൾ ഈ പൊടിക്കൊച്ചുങ്ങളെ നിങ്ങൾ നോക്കുമെന്ന് എന്താ ഉറപ്പ്? നിങ്ങളൊരു കാര്യം ചെയ്യൂ. ഇപ്പൊ കോടതി പറഞ്ഞ അനുസരിച്ചുള്ള ഈ ചെലവ് നിങ്ങൾ എപ്പോ പോയാലും കുഞ്ഞുങ്ങളെ കാണിക്കാനും ഇതുകൊണ്ട് സംവിധാനം ജഡ്ജിങ് പാനൽ ഉണ്ടാക്കി കാണിക്കും. ഇതുവരെ കാണിക്കാത്ത കഥ കോടതി വിധി തന്നിട്ട് കൊണ്ടുവന്നു കാണിക്കാൻ പറ്റി ചെയ്തില്ല. അങ്ങനെയല്ല, ഇത് കോടതി ചോദിച്ചു. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ മാസം എത്ര ദിവസം കാണണം? എനിക്ക് കുട്ടികളെ ഡെയിലി കാണാം, കാരണം തൊട്ടടുത്താണ് താമസിക്കാം. എനിക്ക് ഡെയിലി കാണാം, തൊട്ടടുത്ത താമസിക്കാം. പക്ഷെ എനിക്ക് മാസത്തിൽ ഒരു ദിവസം കണ്ട് എന്റെ കൂടെ വിട്ടാൽ മതി. പുറത്ത് വിടണം. ഞാൻ പറഞ്ഞിരിക്കുന്നത് കോടതിയിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ ജീവിക്കും. ഞാൻ കൊടുത്തില്ലെങ്കിലും എന്റെ അച്ഛന്റെ അമ്മയുടെ കൂടെ, എന്റെ കൂടെ നിർത്തിയില്ലെങ്കിൽ എന്റെ അച്ഛമ്മയുടെ കൂടെ, എന്റെ അച്ഛന്റെ കൂടെ ആയിരിക്കും എന്റെ മക്കൾ വരണം. ഞാൻ കോടതി എന്തായാലും രാജേഷ് ഇപ്പം പിന്നെ മാഡം ചോദിച്ചതുപോലെ തൽക്കാലം കൊണ്ടുവന്നിരിക്കുന്ന പൈസ കൊടുക്കും. പക്ഷെ ഇതുകൊണ്ട് ഇതിവിടെ തീരണല്ല. കോടതിയുടെ ഈ പകർപ്പ് നമുക്ക് കിട്ടുമല്ലോ, അതോടെ കിട്ടുമല്ലോ. ഇപ്പൊ തൽക്കാലമുള്ള ആ ഒരു ബാക്കിയുള്ള ഒരു സംഗതി എന്ന് പറയുന്നത് അവർക്ക് കൊടുക്കും. അപ്പൊ അത് ആ കുഞ്ഞുങ്ങൾക്ക് പൈസ കൊടുക്കണോണ്ടല്ല, പക്ഷെ ഇവര് ഈ വാക്കല്ല ഇനി അവര് ചെയ്യുന്നത്. ഇത് അവര് ചെയ്യുന്നതിന്റെ കാര്യം അവർക്ക് കൊടുക്കും. ഇപ്പൊ നമ്മള് എന്റെ കുട്ടികളെ എനിക്ക് കാണാൻ അവകാശം അവർ തരുന്നില്ല. അതാണ് എനിക്ക് ആഗ്രഹം, വേറെ ഒന്നുമില്ല. രാജേഷ് അത് ശരിയാക്കും. ഇത് 9 മാസമായി നടക്കണതാ. ഈ പൈസ കൊടുക്കണോണ്ടല്ല എനിക്ക് പ്രശ്നം. ഇനി അത് നടപ്പില്ല. എന്റെ മനസ്സിൽ ആ ഒരു വൈരാഗ്യത്തിലെ ഞാൻ മക്കളെ കാണാൻ പോകാത്തത്. ഇപ്പൊ ജഡ്ജസ് വിളിച്ചിട്ട് അവരെ തനിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് ചില ട്രീറ്റ്മെന്റ് ഉണ്ട് ഇവിടെ. നിങ്ങളെ കാണിക്കും കുഞ്ഞിനെ, അതിനുള്ള വക അവരുണ്ടാക്കും. അത് ശരിയാക്കി തരാം. നിങ്ങൾ വിശ്വസിക്കൂ. രാജേഷിന്റെ മക്കള് രാജേഷിന്റെ അല്ലെന്ന് ഈ ലോകത്ത് ആരും പറയില്ല. പക്ഷെ ഇവര് വളർത്തി നാളെ അലുമ്പായി പോയാലോ ആവൂല. കുഞ്ഞുങ്ങൾ നമ്മളെക്കാൾ ബുദ്ധിയുള്ളവരാണ്, മനസ്സിലായില്ലേ? അവർക്ക് അതൊക്കെ ചിന്തിക്കാൻ പ്രാപ്തിയുണ്ട്. ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ് നമുക്കെന്ന് വെച്ചാൽ ആ കുഞ്ഞുങ്ങളുമായിട്ട് രാജേഷ് എന്നും കൂടുതൽ അടുക്കണം. ഇന്നലെ ഇപ്പം അച്ഛനെ കണ്ടിട്ട് തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഒരു അടുപ്പം വന്നിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു തുടക്കമായിട്ട് അശ്വതിയുടെ അതേ ഗതി ആ കുട്ടിയൊക്കെ വരരുത്, അത്രേ ഉള്ളൂ. അതിന് എത്ര ജന്മം എടുത്താലും ഇനി എന്തെടുത്താലും സ്വന്തം മകളുടെ കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. രാജേഷ്, ഞാൻ പറയട്ടെ, രാജേഷ് ഒരു നല്ല ഭർത്താവായിരുന്നെങ്കിൽ ഈ കുടുംബത്തിന് ഈ ഗതി വരത്തില്ല. ഞാൻ നല്ല ഭർത്താവായിട്ട് എന്റെ ഭാര്യ ഒരു സ്ഥലത്ത് നിങ്ങൾ ഈ കുടുംബവും നശിപ്പിച്ച് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന ആ കുടുംബവും നശിപ്പിച്ചില്ല. ഒരിക്കലും ഇല്ല. അശ്വതിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ തെരുവിലേക്ക് എറിയാനോ ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. അവൾ ഒരാളെ കൂടെ ഓടിപ്പോയെന്ന് എനിക്ക് ന്യൂസ് എനിക്ക് എന്റെ മനസ്സിൽ കേട്ടതിന്റെ അന്ന് പോലെ ഒഴിവാക്കിയത്. രാജേഷ് ആ പൈസ എന്റെ തരൂ, ഞാൻ ഐശ്വര്യമായിട്ട് അവരുടെ കൊടുക്കട്ടെ. ഇതൊരു നല്ല തുടക്കമാവട്ടെ. രാജേഷ് ഇനിയിപ്പം ഈ മാസത്തെ ഒരു പ്രാവശ്യം കാണുന്നത് ഗ്രാജുവൽ ആയിട്ട് അച്ഛനെന്നുള്ള നിലയ്ക്ക് ആ കുട്ടികളുടെ മനസ്സിലെ ഭയം മാറ്റേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ അച്ഛൻ ഭീകരനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞ് നിങ്ങൾ കൊച്ചിനെ അല്ല. ഇനി ആയാലും ഗ്രാജുവൽ ആയിട്ട് കുഞ്ഞുങ്ങളുടെ മനസ്സിലാ മാറ്റണം. കുട്ടികളൊന്ന് പുറത്തുകൊണ്ടോ അനുവാദം കിട്ടും. എനിക്ക് സ്ഥാനമില്ല, അവളെ ഇല്ല. അപ്പൊ എനിക്ക് വണ്ടിയുണ്ട്, ഒന്ന് കൊണ്ടുപോയി പുറത്തെ കൊണ്ടുവന്ന് കാർക്കാൻ. ഇപ്പൊ പുറത്ത് വന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ ദൂരെ നിന്ന് മാത്രമല്ലേ പെരുമാറുള്ളൂ. എന്താ കുഞ്ഞിന്റെ അടുത്ത് എന്താ മക്കളെ ഇത്രയും സമയം ഇവിടെ
ഇവിടെ ഇവരിരുന്നപ്പോ ഞാൻ എന്റെ മക്കളെടുത്തായിരുന്നത്. അപ്പൊ നിങ്ങൾ അവരെ ഭീകരനാക്കി ഇങ്ങനെ ചിത്രീകരിക്കുന്നത് എന്തിനാണ് സതീശൻ? കുറേശ്ശെയൊക്കെ എന്റെ വീട്ടിൽ എന്റെ അമ്മയുടെ ഭാഗത്ത് ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അമ്മയുടെ ഭാഗത്ത് പറയായിരിക്കും, ഉണ്ടായിരിക്കും. നിങ്ങൾ പറയുന്നത് അമ്മയുടെ ഭാഗത്ത്. അമ്മ അറിയാതെ ഒരു പൈസ പോലും നിങ്ങളുടെ അച്ഛൻ തരുന്നില്ല. നിങ്ങൾക്ക് അമ്മയോട് ശത്രുത ഉണ്ടായതാണ് നിങ്ങളുടെ നാശത്തിന്റെ കാരണം. നിങ്ങൾ അത് മാറ്റും ആദ്യം. ഞാൻ നിങ്ങളെ പല രീതിയിൽ അത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എന്റെ അമ്മയുടെ ഭാഗത്ത് എന്റെ അച്ഛനെ കുറെ പോറ്റിയോണ്ട് മോറാവത്തില്ല. പ്രസവിച്ച് ഇത്രയും വളർത്തിയ ഒരു സ്ത്രീയാണ്. നിങ്ങളുടെ മക്കളെ നല്ലോണം ഉറക്കമില്ലാതെ പോറ്റുന്ന ഒരു കൊച്ചിനെ വളർത്തുന്ന നിസ്സാര കാര്യമല്ല. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കുറെ നേരം കൊണ്ട് അമ്മ ഇഷ്ടമല്ല, അമ്മ ഒരു എന്തൊരു അലങ്കാര വസ്തുവായിട്ട് വിചാരിച്ചോ ഞാൻ സംസാരിക്കുന്നത്? പറയാനേ അശ്വതിക്ക് യാതൊരു അവകാശവും ഇല്ല. ചുമ്മാതെ വെറുതെ കുറെ നേരം ഒട്ടുമില്ല. ഇപ്പൊ അടുത്ത കാശ് കിട്ടുമ്പോ തന്നെ കൊണ്ട് ഒക്കത്ത് കാശ് കൊടുക്കണം. രാജേഷ് അതൊക്കെ വിടൂ രാജേഷ്. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വരുമ്പോ പറയുന്ന വാക്കുകളൊക്കെ പ്രാവർത്തികമാക്കിയാൽ എങ്ങനെ ഇരിക്കും? ഒരുപാട് അവര് ചെയ്തത് ചതികൾ ചെയ്തുകൊണ്ടാണ് ഇത്രയും ചതികൾ ചെയ്തിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവര് ചിറകിനകത്ത് വെച്ച് അങ്ങനെ വെച്ചോളൂ. ഒരു നന്ദി, നമ്മൾ ഒരു നന്ദി ചെയ്തവനെ ഉള്ളത്തിൽ വെക്കുക, പല നന്ദി ചെയ്തവന്റെ പാദം ചുമക്കുക. അതാ പണ്ടുള്ളവര് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പല നന്ദി ചെയ്ത ആൾക്കാരാണ് എത്രയോ. നിങ്ങളുടെ ഈ ജന്മം അവരെ നിങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കണം, ഈ മോളഗതി എന്റെ മക്കൾക്ക് വരരുത്, വരൂല. അതൊന്നും നാളെ കേൾക്കരുത്. കാരണം എന്റെ നാട്ടിലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു നാട് എന്റെ നാടല്ല, എന്നാലും അവിടെ ഉള്ള എല്ലാവർക്കും എന്നെ അറിയാം. ശരി രാജേഷിനെ കുറിച്ച് ഒരു മോശം അഭിപ്രായം പോലും സിന്ധു ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ടില്ല. എന്റെ മരുമോൻ നല്ലവനാണ്, അവൻ നല്ലവനാണ്. എന്റെ മകളുടെ ഭാഗത്താണ് തെറ്റ്. അവള് പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് പറയുന്നവളാണ്, വാശി വെച്ച് പ്രവർത്തിക്കുന്നവളാണ്. കാരണം അവരുടെ മകളായതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റും, മരുമോനെ കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. എന്റെ മോളുടെ ഭാഗത്തു നിന്ന പാളിച്ചകളാണ്. ഞാൻ ആ പയ്യനെ പറയുന്നില്ല. ആ സതീശൻ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുമ്പോൾ പോലും അവരെതിർത്തിട്ടേ ഉള്ളൂ. നിങ്ങളെപ്പറ്റി ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല രാജേഷ്. ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ഒരു ദുഷ്പേരും വരാനില്ല. നിങ്ങളിപ്പോ ഈ പൈസ കൊടുത്തോണ്ടല്ലോ, നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇത് കണ്ടിട്ട് നല്ല കാര്യം നീ ചെയ്തു. അല്ല, ഇവര് എന്നെ കാണാൻ ചെല്ലുമ്പോഴേ എന്നെ പുച്ഛിക്കരുത്. ഇല്ല പോട്ടെ സാരമില്ല. ആ കുഞ്ഞുങ്ങൾക്ക് എന്നും താനായിരിക്കും അമ്മ, അയാളായിരിക്കും അച്ഛൻ. അതിനൊരു മാറ്റവും ഇല്ല. ഇത്രയും നേരം ആ കുഞ്ഞുങ്ങൾ താഴെ നിന്നിട്ട് ഒന്ന് കൈ കൊണ്ട് തൊട പോലും ചെയ്തിട്ടില്ല. അവള് തൊട്ടടുത്ത് വന്ന് പിള്ളേര് മുമ്പിൽ കാലിൽ വരെ പെട്ടിട്ട് ഒന്ന് പോവെന്ന് പറഞ്ഞ് ഓട്ടിച്ചതാ. അതിന് അവർക്ക് എന്തൊക്കെയോ വാശിയും വൈരാഗ്യം എന്തൊക്കെയോ കാര്യങ്ങൾ. എന്നോടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളോടായിക്കോട്ടെ, ഈ കുട്ടികളോട് എന്തിന് ഇത്ര വൈരാഗ്യം? ഈ ചെലവിന് ഞാൻ കൊടുക്കണമെങ്കിൽ ഇവരെന്റെ മക്കൾക്ക് വേറൊരു സ്പോൺസറെ തേടി പോകുന്ന ഞാനൊരു ന്യൂസ് കേട്ട് അത് ഒരിക്കലും ഇനി പോവരുത്. ആരെങ്കിലും അങ്ങനെ എന്റെ ചെവിയിൽ ഞാൻ കേട്ട കാര്യമാണ്, ഇന്ന് ഞാൻ കേട്ട കാര്യമാണ്. അല്ലാതെ നിവൃത്തിയില്ലാത്ത എനിക്ക് എന്റെ മക്കളുമായിട്ട് പരിപൂർണമായിട്ട് സ്വതന്ത്ര സമ്പർക്കം ചെയ്യാൻ തന്നാൽ ഒരിക്കലും എന്റെ ആവശ്യമില്ല. ഇവര് 8 മാസം എനിക്ക് ദ്രോഹിച്ചതാണ് എന്റെ സങ്കടം, വേറെ ഒന്നുമില്ല. ഞാൻ പോയത് മേഡം, 2 വട്ടം പോയത്. സമയത്ത് വന്ന് കാണാൻ ഞാൻ ഒത്തിരി അവസരങ്ങൾ സിന്ധു കുറച്ച് സമാധാനിക്ക്. അതിനെ ജനിപ്പിച്ച അച്ഛനും അമ്മയായിരുന്നു സംസാരിക്കുന്നത്. അവരുടെ കയ്യിൽ ഒരുപാട് പോരായ്മകൾ കാണുമായിരിക്കും. പക്ഷെ അവരുടെ സ്വത്ത് അന്നിക്ക് സതീശൻ അവരുടെ സമ്പത്താ അത്. ഈ ലോകത്ത് എന്റേത് എന്ന് എനിക്ക് പറയാൻ എന്റെ കൊച്ചുങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിഞ്ഞും പോവായിരിക്കും. പക്ഷെ അതല്ലാന്ന് പറയാനേ പറ്റത്തില്ല ആർക്കും. പറ്റുമോ? 2 ദിവസം പടങ്ങി മാറിയുന്നുണ്ട്, അതല്ല അച്ഛനെ നിങ്ങൾക്ക് പറയാൻ ഒക്കുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈ കർക്കശമൊക്കെ മാറ്റുക. നിങ്ങൾക്ക് പ്രായമായി വരികയാണ്. നാളെ കിടപ്പിലായെന്ന് വരും. ഇവരുടെ സഹായം നിങ്ങൾ കൂടിയേ തീരുമെന്ന് വരും. നിങ്ങളുടെ അയൽവക്കത്താ താമസിക്കുന്നത് ഈ മരുമോൻ. നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങളുടെ മകളെക്കാൾ മൂല്യമുള്ള ഒരാളാണ് നിങ്ങളുടെ മരുമോൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾ ഈ വൈരാഗ്യ ബുദ്ധിയും ആ തരം ഈ കടുപ്പ സംസാരമൊക്കെ ഒന്ന് മാറ്റുക. നിങ്ങൾ അച്ഛനെ കുറിച്ചോ അമ്മയെ കുറിച്ചോ ആ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും മോശമായിട്ട് പറഞ്ഞാൽ അത് പറയരുത്. അവര് തങ്ങളിൽ വഴക്കോ വക്കാണോ പ്രശ്നങ്ങൾ കാണും മക്കളെ, നിങ്ങളത് പറയരുത്. നിങ്ങൾ നന്നായിട്ട് വളരുക എന്ന് പറയുന്ന ഒരു അപ്പൂപ്പൻ അമ്മൂമ്മ ആയിരിക്കണം. അതുപോലെ ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഈ അച്ഛനെയോ അമ്മയോ നിങ്ങൾ മോശമായിട്ട് സംസാരിക്കരുത്. എന്റെ പണി ചെളിയെടുക്കല. അപ്പൊ എന്റെ മോള് പറയും, ചെളി രാജേഷ് പറഞ്ഞു. എന്റെ മോള് എന്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ അത് പറയിപ്പിക്കില്ല. ചെളി രാജേഷ് പോണു, ചെളി രാജേഷ്. ഞാനൊരു അന്യ കൊച്ചിനെ നോക്കിയിട്ട് ഇന്നുവരെ എന്റെ അടുത്ത് ഒരു ഇച്ചിപ്പൂന്ന് അനാവശ്യം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അന്യ ആളുടെ കൊച്ചിട്ട് എന്റെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കാനോ ഒന്ന് നേരെ ആക്കാനോ ഒന്ന് ചെയ്യുക. ഇനി അത് വിടൂ, അത് പറയണ്ട. ഇനി നിങ്ങൾക്ക് കാണാനുള്ള കാര്യങ്ങൾ പാനൽ ഉണ്ടാക്കി തരും, അതിന് വേണ്ട പരിഹാരം ചെയ്തു തരും. അവരങ്ങനെയുള്ള രീതി പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരാതിപ്പെടാം. രാജേഷ് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് പരാതിപ്പെടാം, അവരിങ്ങനെ പെരുമാറുന്നു. അപ്പൊ ഈ തീരുമാനങ്ങൾക്ക് മാറ്റം ഉണ്ടാവും. മനസ്സിലായില്ലേ?
ഇപ്പോ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ ഈ 5000 രൂപയിൽ നിന്ന് എത്ര രൂപ കൊടുക്കാനൊക്കും ഇവർക്ക്? കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ ചെലവിനായിട്ട് അയച്ചു കൊടുത്താൽ മതി. പോകും വരവും ഞാൻ പോകില്ല, ഞാൻ വീട്ടിൽ പോണില്ല, ഞാൻ അയച്ചു കൊടുത്തോളാം. ഇതിപ്പോ എന്തായാലും നിങ്ങൾ തങ്ങളിൽ പലതരം കുറ്റങ്ങളും കുറവുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. എനിക്കിപ്പോഴും പറയാനുള്ളത്, അശ്വതി സ്വയം ഒരുപാട് മാറാൻ ശ്രമിക്കണം. അതിന് മെഡിറ്റേഷനോ യോഗയോ ധ്യാനവോ നല്ല കൗൺസിലിംഗിന് വേണ്ട കാര്യങ്ങൾ നമ്മുടെ ക്രൂ സഹായിക്കും. നമ്മുടെ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സ്വഭാവത്തിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്? നമ്മുടെ വാശി കുറയ്ക്കാൻ പറ്റാത്ത എന്താ? നമ്മുടെ ദേഷ്യം കുറയ്ക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ആ ദേഷ്യം കൊണ്ട് ജീവിതത്തിലുണ്ടായ നഷ്ടങ്ങൾ എന്താണെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് മാറ്റിയിരുന്നെങ്കിൽ കുറെ കൂടെ നന്നായിട്ട് പോകാമായിരുന്നല്ലോ എന്നുള്ളത്. അതിനുള്ള എല്ലാ രീതിയിലും സഹായിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അശ്വതി കോംപ്രമൈസിംഗ് ആയിട്ട് താഴോട്ട് വരാൻ ശ്രമിക്കണം കേട്ടോ. അശ്വതിയുടെ വീട്ടിൽ നിന്നിട്ട് അശ്വതി അമ്മ ഒന്നും പറയില്ല, അമ്മ അശ്വതിയുടെ കാര്യങ്ങളിൽ ഇടപെടില്ല. അശ്വതി ഒരു വീട്ടിൽ ഇപ്പം നിങ്ങൾ താമസിക്കുന്ന കുറച്ചുകൂടെ സൗകര്യമുള്ള ഒരു വീടെടുത്തിട്ട് അശ്വതിയുടെ തനിച്ചൊരു റൂം എന്നൊരു ഒരവസ്ഥ വന്നു എന്ന് വിചാരിക്കുക. അശ്വതിക്ക് ഒരു റൂമുണ്ട്, അതിലോട്ട് വന്ന് ആരും അനാവശ്യമായിട്ട് കടക്കാൻ ശ്രമിക്കത്തില്ല. അശ്വതിയും കുഞ്ഞുങ്ങളും അവരുടെ കാര്യത്തിന് പോകുന്നു വരുന്നു. അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടായാൽ നമുക്കൊരു കുടുംബത്തിൽ ഒന്നിച്ച് താമസിക്കാം എന്ന് നാളെ വന്നാൽ മനസ്സിലായോ? അങ്ങനെയൊക്കെ ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കും. അതിന് വേണ്ട രീതിയിൽ നമുക്ക് കാരണം നമുക്കിങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വന്ന് അതിൽ കുഞ്ഞിനെ ഉള്ള പല കാര്യങ്ങളൊക്കെ നമ്മളെ ബാധിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവത്തിന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ മാറാൻ നമ്മളോട് കുറേ ശ്രമിക്കണം കേട്ടോ. അങ്ങനെയൊക്കെ ശ്രമിക്കുമ്പോൾ അതിനെ നല്ലതെന്നേ എല്ലാവരും പറയൂ. നമ്മൾ താഴ്ന്നു പോയല്ലോ എന്ന് ആരും പറയില്ല. നിരന്തരമായ വിജയത്തിന് വേണ്ടി തൽക്കാലം ഒന്ന് തോറ്റു കൊടുക്കുന്നതിൽ തെറ്റേയില്ല കേട്ടോ. ഇതിന്റെ പേരിലുള്ള തീർപ്പ് എന്താണെന്നുള്ളത് പാനൽ പറയും. മാഡം. ഹർജിക്കാരിയും എതിർകക്ഷികളും തമ്മിലുള്ള തർക്കങ്ങൾ താഴെ പറയുന്ന വ്യവസ്ഥകൾ പ്രകാരം തീർപ്പാക്കിയിരിക്കുന്നു. 1. അശ്വതിയുടെയും രാജേഷിന്റെയും മക്കളായ അക്ഷയ 6 വയസ്സ്, ആദിത്യദേവ് 3.5 വയസ്സ് എന്നീ കുട്ടികളുടെ അച്ഛനായ രാജേഷ് പ്രതിമാസം 5000 രൂപ, അതായത് 2500 രൂപ വീതം അശ്വതിയുടെ മാതാവ് സിന്ധുവിനെ ഏൽപ്പിക്കുന്നതാണ്. 2ാമത്തെ വ്യവസ്ഥ, രാജേഷിന് തന്റെ കുട്ടികളെ സിന്ധുവിന്റെ വീട്ടിൽ ചെന്ന് കാണുന്നതിന് സിന്ധുവിനും ഭർത്താവിനും വിസമ്മതമില്ലാത്തതാകുന്നു. അശ്വതി തന്റെ മകൾ അക്ഷയയുടെ പേരിൽ സുകന്യ എന്ന ഇൻഷുറൻസ് സ്കീമിൽ പ്രതിമാസം 1000 രൂപ വീതം നിക്ഷേപിക്കുന്നതാണ്. അശ്വതി തന്റെ മകന്റെ ആദിത്യദേവിന്റെ പേരിൽ പ്രതിമാസം 500 രൂപ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതാണ്. 5. അശ്വതിക്ക് തന്റെ കുട്ടികളെ അമ്മ സിന്ധുവിന്റെ വീട്ടിൽ വന്ന് കാണുന്നതിനും ക്ഷേമാന്വേഷണം നടത്തുന്നതിനും അമ്മ യാതൊരു തടസ്സവും ചെയ്യുന്നതല്ല. 6. കുട്ടികൾക്ക് മെയിൻ്റനൻസ് വകയ്ക്ക് 5000 രൂപ രാജേഷ് ഇന്നേ ദിവസം, അതായത് 18/3/2015 സിന്ധുവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത്രയാണ് വ്യവസ്ഥകൾ. മെയിൻ്റനൻസ് വകയിൽ കുട്ടികൾക്ക് രാജേഷ് നൽകിയ 5000 രൂപ സിന്ധുവിന് കൈമാറുന്നു. അശ്വതിയും രാജേഷും പിരിയാൻ തീരുമാനിച്ചെങ്കിലും അശ്വതിയുടെ അച്ഛനമ്മമാരുടെ നല്ല മനസ്സ് കാരണം ഇന്ന് 2 കുട്ടികൾക്ക് നല്ല ഭാവി ഉണ്ടാകുന്ന സ്ഥിതിയിലായിട്ടുണ്ട്. എനിക്കതുകൊണ്ട് അവരോട് പ്രത്യേകമായൊരു നന്ദി പറയേണ്ടതുണ്ട്. സാധാരണഗതിയിൽ പ്രായമാകുന്നവരെ നോക്കുന്നത് ചെറുപ്പക്കാരാണ്. ഇവിടെ ചെറുപ്പക്കാരായ 2 പേര്, ജോലി ചെയ്യുന്ന 2 പേര്, അധ്വാനിക്കുന്ന 2 പേര് ഇരിക്കെ 2 കുട്ടികളുടെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് എടുത്തുകൊണ്ട് അവരെ എല്ലാ വിധത്തിലും വളർത്തിക്കൊണ്ടുവരുന്ന ആ അച്ഛനമ്മമാർ ഈ എല്ലാവരെയും ഒന്നിച്ചുകൊണ്ട് പോകാനായിട്ട് ഇവിടെ വരെ ജീവൻ സാക്ഷരത വരുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് വാസ്തവത്തിൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. കാരണം അച്ഛനും അമ്മയും ഇവിടെ ഇരിപ്പുണ്ട്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഇങ്ങനൊരു അവസരം ഉണ്ടാകാതെ തന്നെ ഇവിടെ വരാതെ തന്നെ ഇത് കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം 2 പേർക്കും ഉണ്ടായിരുന്നു. എന്തായാലും ഇതൊരു നല്ല തീരുമാനമായി. ഇനി മുന്നോട്ട് പോകട്ടെ. ഒരു കാര്യം മാത്രം, ഇത് പൂർണ്ണ സന്തോഷത്തോടു കൂടിയാണ് എല്ലാവരും ഇത് ചെയ്യുന്നതെന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളിത് ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. കുട്ടികൾക്ക് അച്ഛനെ കാണാനുള്ള അവസരങ്ങൾ ഒരുക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അത് ഒരിക്കലും അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ അത് പറഞ്ഞു ഇത് പറഞ്ഞു ചീത്ത വിളിച്ചു എന്നൊക്കെ ഉള്ള നിസ്സാര കാര്യങ്ങൾ പറഞ്ഞിട്ട് മാറിപ്പോകാൻ ഇടയാകരുത്. ഈ നല്ല തീരുമാനം മുന്നോട്ട് പോകാനായിട്ട് എല്ലാവിധത്തിലും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഇനിയുള്ള ജീവിതത്തിലേലും അത് പ്രയോജനപ്പെടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇത് ഇങ്ങനെ പര്യവസാനിച്ചാൽ എല്ലാവർക്കും ഉണ്ടല്ലോ ഉള്ള സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അശ്വതിയുടെയും രാജേഷിൻ്റെയും കുട്ടികളായ മൈനർ കുഞ്ഞുങ്ങൾക്ക് ജീവനാംശം ആയിട്ട് 5000 രൂപ
കൊടുക്കാന്നുള്ളൊരു വ്യവസ്ഥയിൽ ഇവിടെ ഒരു ഓർഡർ പാസ്സാക്കിയിട്ടുണ്ട്. ഒരു അവാർഡ് ഇവിടെ പാസ്സാക്കിയിരിക്കുകയാണ്. ഈ അവാർഡിനെതിരായിട്ട് ഒരു അപ്പീലും നിൽക്കത്തില്ല. ഈ അവാർഡ് എന്ന് പറയുന്നത് ഇനി സുപ്രീം കോടതി വരെയും ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. ഇതിനെ നിങ്ങൾക്ക് യാതൊരു കാരണവശാലും കൊടുക്കാൻ പറ്റൂല, അല്ലെങ്കിൽ അത് ഇതിനകത്തുള്ള ഒരു വ്യവസ്ഥയും നിങ്ങൾ പാലിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഓർഡറാണ്. ഇനി അഥവാ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യവസ്ഥ പാലിക്കാതെ വന്നാൽ ഇവർക്ക് വാദികൾക്ക് ഇത് കോടതി മുഖാന്തരം എക്സിക്യൂട്ട് ചെയ്യാനുള്ള പൂർണ്ണ അധികാരമുണ്ട്. അതുകൊണ്ട് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ നിങ്ങൾ പാലിക്കണം. 5000 രൂപ കൊടുക്കുക എന്നുള്ളത് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടികളെ ചെന്ന് കാണുക, അവരെ വാത്സല്യം കൊടുക്കുക. ഒരു അച്ഛൻ്റെ സ്നേഹവും വാത്സല്യം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും അറിഞ്ഞു വേണം കുഞ്ഞുങ്ങൾ വളരെ. അപ്പോൾ അതും അശ്വതി അതുപോലെ തന്നെ ചെയ്യണം. അശ്വതിക്ക് അമ്മയോടുള്ള ഇത് ആ മനോഭാവം മാറ്റണം. ഇനി പരസ്പരം അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മറക്കുക, ഒരുമിച്ച് നല്ലതായിട്ട് ഇരിക്കുക. അതുപോലെ രാജേഷ് വരുമ്പോൾ അത് കൊടുക്കുക. രാജേഷിനോടൊന്നും ആവശ്യമില്ലാത്ത സംസാരിക്കാൻ നിൽക്കരുത്. കുഞ്ഞുങ്ങളെ കാണുക, കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇതാണ് അച്ഛൻ, ഇത് അമ്മ. അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും ശരിയായിട്ടുള്ള പിക്ചർ കുട്ടികൾക്ക് കൊടുക്കണം. അവരുടെ മനസ്സിനകത്ത് ഒരിക്കലും അച്ഛൻ അങ്ങനെയാണെന്നുള്ളൊരു ഫീലിംഗ് വരുത്തരുത്. അതേപോലെ തന്നെ അമ്മയും അതുപോലെ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. ഇത്രയും നേരം ഈ കഥകളും കാര്യങ്ങളും എല്ലാം കേട്ടു. ഇതിനിടയിൽ ശകാരങ്ങളും ഞാൻ കുറേ ശകാരിച്ചിട്ടുണ്ടാവും ജഡ്ജസിൻ്റെ ഭാഗത്ത് നിന്ന്. അതെല്ലാം നല്ലതിന് വേണ്ടിയിട്ട് മാത്രം, കുഞ്ഞുങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം. സ്വന്തം കുഞ്ഞിന് വേണ്ടി എല്ലാ ആരോപണങ്ങളും കേൾക്കുകയും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് കടമ്പകളും പ്രശ്നങ്ങളും പ്രതിസന്ധിയൊക്കെ നേരിട്ട ഒരാളാണ് ഞാൻ. ഏതറ്റം വരെ പോയാലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടുക, അല്ല കുഞ്ഞിനെ കിട്ടുക എന്നുള്ളത്, എൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വാതന്ത്ര്യത്തിന് നല്ല രീതിയിൽ വളർത്താൻ കിട്ടുക. അമ്മയോളം ആവില്ല ഒരിക്കലും അച്ഛൻ എന്നൊക്കെയുള്ള ന്യായത്തിൽ പോയ ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് സ്വതന്ത്രമായി ജീവിക്കണം, എൻ്റെ വീട്ടിൽ നിന്നോട്ടെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്ന വളരെ വിചിത്രമായ ഒരമ്മയെ ഞാൻ കണ്ടു, നമ്മുടെ അശ്വതി. അപ്പോൾ ആ കുട്ടിക്ക് മാനസികമായിട്ടും സ്വഭാവത്തിലുമൊക്കെ ഉള്ള ചില ബേസിക്കായിട്ടുള്ള ചില പ്രശ്നങ്ങളാണ് കാരണം. അല്ലാതെ ആ കുട്ടിയുടെ കുറ്റമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിനെ നല്ലൊരു കൗൺസിലിങ്ങിനും ഒക്കെ നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛൻ എന്നുള്ളതിന് ഒട്ടും വാക്ക് അർത്ഥവത്താക്കുക എന്നുള്ളതല്ല, അതൊട്ടും ശരിയല്ലാത്ത രീതിയിൽ ഇതുവരെ ജീവിച്ചിരുന്ന ഒരച്ഛൻ, കുഞ്ഞിനെ ഒരു ആയുധമാക്കി മറ്റൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ മാത്രം ശ്രമിച്ചൊരു വ്യക്തി. അയാളും ഇപ്പോൾ മാനസാന്തരപ്പെട്ടു. പരിഹരിക്കപ്പെടാൻ പറ്റാത്ത രീതിയിൽ ജീവിതം രണ്ടും രണ്ടായി. ഓർക്കുക, നമ്മുടെ സ്നേഹവും നമ്മുടെ ആത്മാവും നമ്മുടെ എല്ലാമായിട്ട് നമ്മൾ മൂല്യമെന്ന് കരുതിയിരിക്കുന്ന പലതും നാളത്തെ തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആൾക്കാർ മാത്രമാണ് നമ്മൾ. അപ്പോൾ അതൊക്കെ അവരിലേക്ക് പകരാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്തരം പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്ന മധ്യസ്ഥം നടത്തുന്ന പല ആൾക്കാരും ഉണ്ടാവും. ഇതുപോലെയുള്ള കേസസ് കാണുമ്പോൾ നമ്മൾ TV വഴി കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നുന്ന പലരും ഉണ്ടാവും. ഞാനും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് കാണുമ്പോൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അല്ലായിരുന്നു ഇങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നതെന്ന്. ഇന്നിവിടെ ഏറ്റവും നല്ലൊരു തീരുമാനം, ഭാഗ്യം ചെയ്ത 2 കുഞ്ഞുങ്ങളാണ് ഇത്രയൊക്കെ ദുരിതങ്ങൾ അവർ അനുഭവിച്ചെങ്കിലും ഭാഗ്യം ചെയ്ത 2 കുഞ്ഞുങ്ങൾ അവർ വളരെ സുരക്ഷിതരായിട്ട് വളരുന്നു. ഇനി നാളെ അവരുടെ ഭാവിക്കും ഒരു വകയുണ്ടായി. ജഡ്ജിംഗ് പാനലിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ജീവിതം സാക്ഷിയിലൂടെ വീണ്ടും കാണാം. നമസ്കാരം. ഹലോ യൂട്യൂബ്, മൈ നെയിം ഈസ് ലക്ഷ്മി മേനോൻ. വെൽക്കം ടു മൈ ചാനൽ. സോ FBയിൽ മാത്രം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മാത്രം കണ്ടുവരുന്ന ചില പ്രതിഭാസങ്ങളെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ബിഗിൻ ദ ടോൺ. സമഗ്ര സംഭാവന അവാർഡ് 2014 and the winner is Ahmed Siddiqui for various films. കൈവച്ച എല്ലാ മേഖലകളിലും തന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് വളരെ മോശമാക്കിയ ഒരാളാണ് കഴിഞ്ഞ വർഷം അഹമ്മദ് സിദ്ദിഖി അഥവാ ഗോഡ് സ്പീഡ്.